ചരിത്രത്തെ അയ്യങ്കാളിക്ക് മുൻപും അയ്യങ്കാളിക്ക് ശേഷവും എന്ന് രേഖപ്പെടുത്താം. ഇന്ന് ജൂൺ 18 പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തിനും അവകാശത്തിനുമായി പോരാടിയ ആ മഹാത്മാവിന്റെ ഓർമ്മ ദിനം. നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം വിപ്ലവം തുടങ്ങിയത്. അടിച്ചമർത്തപ്പെട്ടവർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ അധികാരമില്ലാതിരുന്ന കാലത്ത് രാജവീതിയിലൂടെ മണികിലുക്കി വില്ലുവണ്ടി ഓടിച്ച വിപ്ലവകാരി. വെറുമൊരു വണ്ടി യാത്രയായിരുന്നില്ല അത്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതി മേധാവിത്വത്തിന്റെ നെഞ്ചിലൂടെയുള്ള അധികാരത്തിന്റെ ഓട്ടമായിരുന്നു. പള്ളിക്കൂടങ്ങളിൽ തങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ അനുവാദമില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ കൊയ്ത്തിറക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം നടത്തിയ കർഷക സമരം ചരിത്രത്തിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി സമരങ്ങളിൽ ഒന്നാണ്. അക്ഷരം നിഷേധിച്ചവർക്ക് മുന്നിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് അദ്ദേഹം അറിവിന്റെ വെളിച്ചം പകർന്നു. ശ്രീമൂലം പ്രജാസഭയിലെ അംഗമെന്ന നിലയിൽ നിയമനിർമ്മാണത്തിലൂടെയും അല്ലാതെ തെരുവിലെ പോരാട്ടത്തിലൂടെയും കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ അയ്യങ്കാളി വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. സ്വന്തം ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിനും വസ്ത്രധാരണത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായി അവകാശം പോരാടി നേടിയെടുത്ത ആ ധീരനായ ജനനായകൻ മഹാത്മാ അയ്യങ്കാളി.